സീരിയൽ സിനിമാ താരം ദേവിചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അഭിനേത്രിയാണ്. എന്നാൽ ഓണക്കാലത്തൊന്നും ദേവിചന്ദനയെ എവിടെയും കണ്ടില്ല. അന്നു മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു, എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവിചന്ദന. ഒരു മാസക്കാലത്തോളം താൻ ആശുപത്രിയിൽ തന്നെയായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട് ഐസിയുവിലായിരുന്നുവെന്നും ദേവിചന്ദന സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞു. ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എവിടെയായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു. ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നുവെന്ന് കണ്ടെത്തിയത്. ലിവർ എൻസൈമസ് എല്ലാം നല്ലതുപോലെ കൂടി ഐസിയുവിലായി. അങ്ങനെ 2 ആഴ്ച ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി. കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈം എന്ന് കരുതി. അതുകഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ H1N1 വന്നു. അതൊന്നുമല്ല, ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത്. എവിടെ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. റേഞ്ചനും ശില്പയും ഹരിക്കുമെല്ലാം ഒപ്പം ഞാൻ മൂന്നാർ ട്രിപ്പ് പോയിരുന്നു. അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫംഗ്ഷനും പോയി. അപ്പോഴും എനിക്കൊപ്പം ആളുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിങ്ങിന് പോയി. അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത്, എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ. കഴിഞ്ഞ മാസം 26-ന് രാത്രിയിൽ അഡ്മിറ്റായതാണ്. ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. തുടക്കം ചെറിയൊരു ശ്വാസമുട്ടലേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാർ പോയി വന്നതുകൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല. സംഭവം അതൊന്നുമല്ലായിരുന്നു. കരളിന് വീക്കം വന്നതുകൊണ്ട് ശ്വാസമുട്ടൽ ഉണ്ടായതാണ്, ദേവിചന്ദന പറഞ്ഞു. അട്ട ചുരുണ്ടു കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവിചന്ദന. സംസാരമില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം പോലും വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും. ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞനിറം വന്നു. ബിൽറൂബിൻ 18 വരെ എത്തി. അൽസൈമസ് വളരെയധികം കൂടിയെന്ന് ഭർത്താവ് കിഷോറും പറഞ്ഞു. എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു. അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ്. പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റിയില്ല. ഫോൺ പോലും 3 ആഴ്ച കയ്യിൽ എടുത്തിട്ടില്ല. പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത്, ചെല്ലാമെന്ന് ഏറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല. അസുഖമാണ്, ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ്. ഇപ്പോഴും ലിവർ പഴയ രീതിയിലേക്ക് വന്നിട്ടില്ല. വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർ വെള്ളം, ഭക്ഷണം എന്നിവയിൽ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്.